ബത്തേരി സഹകരണ ബാങ്ക് നിയമനക്കോഴയിൽ ഐസി ബാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന അന്വേഷണ റിപ്പോർട്ട്. കേസെടുത്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. 3 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് റിപ്പോർട്ട്. ഈ വിഷയത്തിലാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തിരുന്നതും. വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, 2 കോൺഗ്രസ് നേതാക്കളുടെ ജീവൻ ഒടുങ്ങിയ വിഷയമാണ്. ഈ വിഷയത്തിൽ നിയമനങ്ങളുടെ പേരിൽ ലക്ഷങ്ങൾ കൂഴ വാങ്ങിയ കേസിലാണ് ഇപ്പോൾ ഐസി ബാലകൃഷ്ണനെതിരെ കേസെടുത്ത് തുടർ നടപടിയിലേക്ക് പോകാമെന്ന അന്വേഷണ റിപ്പോർട്ട് കണ്ടെത്തുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എൻ.എം. വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഐസി ബാലകൃഷ്ണൻ MLA-ക്കെതിരെ വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈമാറിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷാജി വർഗീസാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഐസി ബാലകൃഷ്ണൻ MLA-ക്കെതിരെ കേസെടുത്ത് കേസിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. 3 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഈ ഒരു റിപ്പോർട്ടിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ്. അതായത് ഐസി ബാലകൃഷ്ണൻ MLA സാമ്പത്തിക അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ളത് വിജിലൻസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു, വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 15ഓളം പരാതികൾ, 15ഓളം ആളുകൾ ഐസി ബാലകൃഷ്ണൻ MLA-ക്കെതിരെ അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചനെതിരെയും രംഗത്ത് വന്നിരുന്നു. തങ്ങളിൽ നിന്നും പൈസ വാങ്ങി എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവരൊക്കെ തന്നെ രംഗത്ത് വന്നത്. 4 പരാതികൾ കൃത്യമായും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ടായിരുന്നു. ഈ 4 കേസുകളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ മൊഴികൾ കൂടി എടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥർക്കും സാധിച്ചിട്ടുണ്ട്. 15ഓളം പേർ ഇതിനെതിരെ ഐസി ബാലകൃഷ്ണനെതിരെയും അതുപോലെ തന്നെ ND അപ്പച്ചനെതിരെയും മൊഴികളും നൽകിയിട്ടുണ്ട്. ഇവരിൽ നിന്നെല്ലാം 1-2 ലക്ഷങ്ങൾ മാത്രമല്ല വാങ്ങിച്ചിട്ടുള്ളത്. സഹകരണ ബാങ്കുകളുടെ പേര് പറഞ്ഞ് ബത്തേരിയിലെ തങ്ങളുടെ കീഴിൽ കോൺഗ്രസിന്റെ കീഴിലുള്ള സഹകരണ ബാങ്കുകളുടെ പേര് പറഞ്ഞ് ഉദ്യോഗം തരാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് 10 ലക്ഷം മുതൽ 25 ലക്ഷവും 35 ലക്ഷവും 40 ലക്ഷം രൂപ വരെയും ഏകദേശം ഇതിന്റെ ഭാഗമായി 2.5 കോടി രൂപയിൽ അധികം തുക എൻ.എം. വിജയന്റെ കുടുംബത്തിന് പോലും കടബാധ്യതയായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം തുക ഐസി ബാലകൃഷ്ണനും ND അപ്പച്ചനും ചേർന്ന് വാങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഐസി ബാലകൃഷ്ണൻ MLA-ക്കെതിരെ കേസെടുത്ത് കേസിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. അജിംഷാദ്.